നമ്മൾ സൂചിപ്പിച്ച മാർത്തോമ ആറാമന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1700കളുടെ അവസാനമാണ്. എന്ന് പറഞ്ഞാൽ 18ാം നൂറ്റാണ്ടിന്റെ സമാപനം. നമ്മൾ അടിച്ച നോട്ടീസിൽ 18ാം നൂറ്റാണ്ടിൽ നടന്ന 1700കളുടെ അവസാനം നടന്ന ഐക്യത്തെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനി നമ്മൾ 19ാം നൂറ്റാണ്ട് 100 വർഷങ്ങൾക്ക് ശേഷം 19ാം നൂറ്റാണ്ടിൽ നടന്ന മറ്റൊരു ഐക്യ ശ്രമം, അന്ന് രൂപീകൃതമായ ജാത്യൈക്യ സംഘം, അന്ന് പുലിക്കോട്ട് മാർ ജോസഫ് മാർ ദിവന്നാസിയോസ് അഞ്ചാമൻ, അദ്ദേഹവും അന്നത്തെ റോമാസഭയുമായിട്ട് ബന്ധത്തിൽ തുടർന്ന സഭയുടെ അനിഷേധ്യ നേതാവായ ഈ ദേശക്കാരനായ നിഹീരിക്കൽ മാണിക്കത്തനാര്, ഈ രണ്ട് പേരും കൂടെ ചേർന്ന് അന്നത്തെ വലിയ ചർച്ചകളും പഠനങ്ങളോടും കൂടി ഇന്നുപോലും നമുക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയാൻ പറ്റാത്ത, നേടിയെടുക്കാൻ പറ്റാത്ത വലിയ ലക്ഷ്യങ്ങളെന്ന് എണ്ണി പറയാൻ സാധിക്കാം ജാത്യൈക്യ സംഘത്തിന്റെ കാലഘട്ടത്തെയാണ് നമ്മൾ ഓർക്കുക. പിന്നീട് 100 വർഷത്തിന് ശേഷമുള്ള തലമുറയിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ വീണ്ടും ഇതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ള ഒരു പ്രചോദനം, ഒന്നിച്ച് നിൽക്കണം, വീണ്ടും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള ആ ഒരു ചൈതന്യം നമ്മൾ ദൈവത്തിന്റെ അരൂപിയിൽ നമ്മൾ ഒത്തിരി പേർക്ക് ലഭിച്ചത്. അങ്ങനെ നമ്മൾ മനസ്സുള്ളവർ മാത്രമേ വന്നിട്ടുള്ളൂ. അവിടെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടെ എന്നെ നടക്കുന്നതെന്ന് ശത്രുക്കൾക്ക് എത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇവിടെ ആരും വന്നിട്ടില്ലെന്ന് വിചാരിക്കുകയാണ്. നമ്മളെല്ലാവരും ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണ്. അപ്പോൾ ഈ വന്ധ്യപിതാവ് അതുപോലെ അടുത്ത സ്ഥലം അത് ചിരിക്ക മാണിക്കത്തനാരാണ്. നമ്മളിവരെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക്